ഹായ് ഫ്രണ്ട്സ്, ഇന്നും നമുക്കൊരു അടിപൊളി ടേസ്റ്റിലുള്ള കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് കണ്ടാലോ. നമ്മുടെ കൈരളി ടി വിയിലെ ബിരിയാണി ക്വീൻ മത്സരത്തിലെ കണ്ടസ്റ്റൻസ് തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൊഞ്ച് ബിരിയാണിയാണ്. ഞാനതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി ചെറിയ എൻ്റേതായ രീതിയിൽ ചെറിയ സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചുണ്ടാക്കി. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരുപാട് അഭിപ്രായം കിട്ടി. ഇപ്പം ഞങ്ങൾ 2-3 പ്രാവശ്യം ഇതിങ്ങനെ ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു 1/2 കിലോ പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അരപ്പെല്ലാം കൊഞ്ചിൽ പിടിക്കണം. ആ രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചിരിക്കാം. എരിവും ഉപ്പും ഒക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി വെച്ചിരിക്കുക. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും എണ്ണ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് ഒരുപാട് എണ്ണയുണ്ട്, ഇത് കൂടുതലുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല, നമുക്കിത് കാഷ്നട്ട്, റേസിൻസ്, സവോള, പ്രോൺസ് ഇതെല്ലാം വറുക്കാനുള്ള എണ്ണയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു 10-20 കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് റേസിൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. കുറച്ചും കൂടെ ഒന്ന് കളർ മാറാനുണ്ട്. കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് റേസിൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി റേസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി റേസിൻസും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. റേസിൻസും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരം ഇട്ടിത് കരിച്ച് കളയേണ്ട കാര്യമില്ല. കരിയുന്നതിന് മുമ്പേ നമുക്കിത് കോരി മാറ്റാം. കാഷ്നട്ടും റൈസിൻസും കോരി മാറ്റി അതേ എണ്ണയിലേക്ക് തന്നെ 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് എടുക്കണം. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത്രയും മതി. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അല്ലെങ്കിൽ ഇതിൽ കിടന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ കോരി മാറ്റാം. ഇപ്പോൾ സവോള എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഞാൻ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ വറുത്തെടുത്തത്. ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ഒരു 3 മിനിറ്റ് തിരിച്ചും മറിച്ച് വിട്ട് നമുക്കിത് വറുത്തെടുക്കാം. കൊഞ്ചിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയും മതി, കൂടുതൽ മുരിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ നമ്മളിവിടെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 മിനിറ്റ് കൂടെ കഴിയട്ടെ. 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കോരി മാറ്റാം. നമ്മൾ പ്രോൺസ് റോസ്റ്റ് തയ്യാറാക്കുമ്പോഴേ ഇങ്ങനെ വറുത്തിട്ടും തയ്യാറാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പ്രോൺസ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനുള്ള പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ സ്പൈസസ് ഒന്നും ഇപ്പോൾ ഇടുന്നില്ല. കാരണം ചോറ് വേവിച്ചപ്പോൾ സ്പൈസസൊക്കെ ഇട്ടാണ് വേവിച്ചത് കേട്ടോ. ഈ സമയം ഒരു ഇടത്തരം സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
സവാള ഒന്ന് വാടി വരട്ടെ. വാടി വരുന്ന സമയത്ത് ഒരു 10-20 ചെറിയ ഉള്ളി ചതച്ചതും ഒരു 6 പച്ചമുളക് ചതച്ചതും ഉണ്ട്. അത് രണ്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയും ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി വരണം. ആ സമയത്ത് നമുക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ചതച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ചതയ്ക്കാൻ നിന്നില്ല, ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ആ എണ്ണയിൽ തന്നെ കിടന്നൊന്ന് വാടി കിട്ടണം. തക്കാളി നന്നായിട്ടൊന്ന് വാടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് എനിക്ക് 1-2 പൊടികളും കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കേട്ടോ. ഇനി ഈ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്, കട്ട തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ചേർത്തതിന് ശേഷം ഒരു 15 കാഷ്നട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ കാഷ്നട്ടും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്തത്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് ഇരിക്കട്ടെ. അരപ്പൊക്കെ ഒന്ന് ആ പ്രോൺസിൽ പിടിക്കട്ടെ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരപ്പൊക്കെ ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പിടി സവാള വറുത്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഗ്രേവിയൊക്കെ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഒരു 1/3 ഭാഗം അതിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് കോരി മാറ്റാം. ഈ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചോറ് സ്പൈസസും അതുപോലെ തന്നെ നാരങ്ങാനീരൊക്കെ ചേർത്ത് വേവിച്ച ചോറാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വറുത്ത സവാളയും വറുത്ത കാഷ്നട്ടും റൈസിൻസും മല്ലിയിലയും ഒക്കെ ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ആ ഇരിക്കുന്ന ഗ്രേവിയിൽ നിന്നും പകുതി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും പഴയതുപോലെ ചോറും സവാള വറുത്തതും കാഷ്നട്ടും റൈസിൻസും എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ലെയറായിട്ട് നമുക്ക് നടുക്കിയെടുക്കാം. ഇവിടെ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ദം ചെയ്തെടുക്കണം. ഒന്ന് ആവി വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യും കൂടെ തൂവിയതിന് ശേഷം മൂടി വെച്ചു. ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.